അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരൻ അബൂദർദ റളിയല്ലാഹു അൻഹു ദിമഷ്കിലെ ഒരു പള്ളിയിലാണുള്ളത്. അദ്ദേഹത്തെ തേടി മദീനയിൽ നിന്ന് ഒരാൾ വരികയാണ്. അയാൾ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് കേൾക്കാനും പഠിക്കാനും അറിയാനുമൊക്കെയാണ്. അപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദിമഷ്കിലേക്ക്, ഷാമിലേക്ക് കച്ചവടത്തിന് വന്നതാണോ? കച്ചവടത്തിന് വന്നപ്പോൾ അബൂദർദാവിനെ കണ്ട് ആ ഹദീസ് കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണോ? അപ്പോൾ പറഞ്ഞു, അല്ല. വേറെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? അല്ല, ഞാൻ ആ ഹദീസ് കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിക്കുന്ന ആ ഹദീസ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊരു 14-14 നൂറ്റാണ്ട് മുമ്പ് നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അന്നത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് ദിമഷ്കിൽ നിന്ന് മദീനയിലേക്കുള്ള ദൂരം എത്രയാണ് എന്ന് ഗൂഗിൾ മാപ്പിൽ വെറുതെ സെർച്ച് ചെയ്തപ്പോൾ 14.5 മണിക്കൂർ യാത്രയുണ്ട്. ഇന്ന് 14.5 മണിക്കൂർ യാത്രയുണ്ട്. 1250-ലേറെ കിലോമീറ്ററുകൾ ദൂരമുണ്ട്. ആ ദൂരത്തിൻ്റെ കണക്കിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാലും ചെറിയൊരു ദൂരമല്ല ആ മനുഷ്യൻ പിന്നിട്ടിട്ടുള്ളത്. അയാൾ കവർ ചെയ്ത ദൂരം വലിയൊരു ദൂരമാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേൾക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പഠിക്കാൻ. അപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ആ മനുഷ്യന് വേറൊരു ഹദീസും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഹദീസാണ് നമ്മുടെ പോയിന്റ്. അബൂദർദ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ, ആരെങ്കിലും അറിവ് തേടിക്കൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിൽ ആ മനുഷ്യനെ പ്രവേശിപ്പിക്കുമെന്നാണ്.